ഹരിശ്രീ ഗണപതയെ നമഃ. അവിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമഃ. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി, ക്രിസ്തുവർഷം 2025 ഏപ്രിൽ 14-ാം തീയതി മുതൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ മേഷ വിഷു സംക്രമ ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. താരതമ്യേന ഈ കാലഘട്ടം പ്രതാപവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മേഷ രവി സംക്രമം മൂലം അനുഭവിക്കാൻ ഇടയുണ്ട്. മാത്രമല്ല, കുടുംബ സൗഖ്യവും സൗഭാഗ്യവും യാത്രകളിൽ നിന്നുള്ള അനുഭവവും ഇവരെ തേടി വരുന്നതാണ്. കർമ്മപുഷ്ടിയും കർമ്മ മേഖലകളിൽ സവിശേഷമായ സ്ഥാനക്കയറ്റം, സൽകീർത്തി, അഭിമാനം തുടങ്ങിയവരും ഈ അശ്വതി നക്ഷത്രത്തിലെ ഈ രവി സംക്രമം മൂലം ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, താരതമ്യേന സുഖസൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ രവി സംക്രമം മൂലം ഉണ്ടാവും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള മേഷ വിഷു സംക്രമ ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. താരതമ്യേന രവി സംക്രമ ഫലത്തിൽ ഗുണാധിക്യമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രം. ഈ കാലയളവിൽ കർമ്മപുഷ്ടിയും ദാമ്പത്തിക സുഖവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈ രവി സംക്രമം മൂലം ഉണ്ടാവുന്നതാണ്. മാത്രമല്ല, യാത്രകളിൽ സൗഖ്യവും നൂതനമായ സംരംഭവും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ കയറ്റവും ഭരണി നക്ഷത്രക്കാർക്ക് ഈ രവി സംക്രമം മൂലം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരവും വ്യാപാര വ്യവസായ മേഖലകളിൽ അഭിവൃദ്ധിയും ഈ രവി സംക്രമം മൂലം ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. താരതമ്യേന ഗുണാധിക്യമുള്ള ഈ ഒരു വർഷം ഭരണി നക്ഷത്രക്കാർ കൂടുതൽ കർമ്മപുഷ്ടി നേടി അഭിവൃദ്ധി വരുത്തേണ്ടത്. 2025 ഏപ്രിൽ 14 മുതൽ കാർത്തിക നക്ഷത്രത്തിൽ മേട വിഷു സംക്രമ ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം താരതമ്യേന അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായ അഭിവൃദ്ധി, കുടുംബത്തിൽ സൗഖ്യം, ദാമ്പത്തിക സൗഖ്യം തുടങ്ങിയത് ഈ രവി സംക്രമം മൂലം ഉണ്ടാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഉപരിപഠനത്തിന് വിദേശ യാത്രകൾ പോകുന്നതിനും ഈ ഒരു വർഷം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐക്യവും സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമനം, നൂതന കർമ്മപുഷ്ടി ഇവയും ഈ രവി സംക്രമം മൂലം കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു വർഷം ഉണ്ടാകുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള വിഷു സംക്രമമാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. താരതമ്യേന രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം ഗുണാധിക്യമുള്ള കാലമാണ്. ഈ കാലഘട്ടത്തിൽ പ്രതാപവും ദാമ്പത്യ സൗഖ്യവും വിശേഷമായ ലാഭങ്ങളും രോഹിണി നക്ഷത്രക്കാരെ തേടി വരുന്നതാണ്. മാത്രവുമല്ല, സൗഭാഗ്യവും കർമ്മപുഷ്ടിയും സമ്പൽ സമൃദ്ധിയും അഭിവൃദ്ധിയും ഉള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം രവി സംക്രമം രോഹിണി നക്ഷത്രക്കാർക്ക് നൽകുന്നത്. കുടുംബത്തിൽ സൗഖ്യവും യാത്രാ സുഖവും ജോലിയിൽ മാറ്റവും ഉയർച്ചയും ഈ ഒരു വർഷം വിഷു സംക്രമം മൂലം രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ഹരിശ്രീ ഗണപതയെ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി, ക്രിസ്തുവർഷം 2025 ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് രവി സംക്രമം മൂലം മകീര നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്ന ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മകീര നക്ഷത്രം അന്ത്യശൂല നക്ഷത്രത്തിൽ ഉൾപ്പെടുകയാൽ താരതമ്യേന ഈ ഒരു വർഷക്കാലത്തേക്ക് ഈ വ്യക്തികൾക്ക് അലസതാ മനോഭാവം ഉണ്ടാകുന്നതാണ്. തന്മൂലം കർമ്മമേഖലയിൽ വളർച്ചക്കുറവ് കാണുന്നതാണ്. ഈ ഒരു ദോഷം പരിഹരിക്കുന്നതിനായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു പൂജ, വിഷ്ണു പ്രാർത്ഥന എന്നിവയിലൂടെ ജീവിത വിജയം നേടിയെടുക്കേണ്ടതാണ്. മാത്രവുമല്ല, ഇവർക്ക് ചില ഭയവും തന്മൂലമുള്ള തടസ്സങ്ങളും ഉണ്ടാകുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈ ദോഷങ്ങൾക്കും പരിഹാരം കാണേണ്ടതാണ്. അതുമാത്രമല്ല, ഈ ജാതകത്തിലെ ദശാപഹാര ഫലങ്ങൾ ഗുണമാണെങ്കിൽ ഈ തടസ്സങ്ങളെല്ലാം മാറി അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് എന്നതിനാൽ ഒരു ഉത്തമ ജ്യോതിഷനിൽ നിന്ന് ജാതകം പരിശോധിച്ച് ദശാഫലങ്ങളും കൂടെ നിർണയിച്ച് ജീവിത വിജയം നേടിയെടുക്കേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ മകീര നക്ഷത്രക്കാർക്ക് ഒരു വർഷം നന്നാകാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരിശ്രീ ഗണപതയെ നമഃ. അവിഘ്നമസ്തു. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി, ക്രിസ്തുവർഷം 2025 ഏപ്രിൽ 14 മുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് രവി സംക്രമം മൂലമുണ്ടാകുന്ന സംക്രമ ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. താരതമ്യേന ഈ കാലഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അന്ത്യശൂലത്തിൽ ഉൾപ്പെട്ടതാണ് തിരുവാതിര നക്ഷത്രം എന്ന് വരികയാൽ കർമ്മമേഖലകളിൽ ഉന്മേഷക്കുറവും തന്മൂലമുള്ള വളർച്ചാക്കുറവും കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈ ദോഷം മാറ്റി മുന്നോട്ട് പോകേണ്ടതാണ്.
ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഈ കാലയളവിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിഷ്ണു പ്രീതിയാണ് ഇതിന് പരിഹാരമായി പറയാനുള്ളത്. പകർച്ചവ്യാധി പിടിപെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എല്ലാം വൃത്തി, ശ്രദ്ധ എല്ലാം ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. മനോവ്യാധിക്ക് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് പാർവതീ ദേവി ക്ഷേത്രങ്ങളിൽ ദർശനം, ഭജനം എന്നിവ ചെയ്യുന്നത് ആ ദോഷം മാറി ജീവിത വിജയം ഉണ്ടാകുന്നതിന് തിരുവാതിരക്കാർക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ സർപ്പപ്രീതിയും ജീവിത വിജയത്തിന് കൂടുതൽ സഹായിക്കുന്നതാണ്. ഹരിശ്രീ ഗണപതിയെ നമഃ. അഭിജ്ഞമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി, ക്രിസ്തുവർഷം 2025 ഏപ്രിൽ മാസം 14 മുതൽ മേഷ രവി സംക്രമം മൂലം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഒരു വർഷത്തെ ഫലമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പുണർദം നക്ഷത്രം മേഷ സംക്രമ പ്രകാരം അന്ത്യശൂലത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രം ആകയാൽ കർമ്മമേഖലയിൽ ഉത്സാഹക്കുറവ്, മടി തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്. ഈ ഒരു ദോഷം പരിഹരിക്കുന്നതിനായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും വിഷ്ണു ഭജനവും ചെയ്ത് ജീവിത വിജയം ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, മനോവ്യഥ മൂലം വ്യാധി, ആദ്യം മൂത്തുള്ള വ്യാധിക്ക് ഈ കാലഘട്ടത്തിൽ ഒരു സാധ്യത കാണുന്നതിനാൽ ദേവീപ്രീതിയും പാർവതി ക്ഷേത്രത്തിലുള്ള ദർശനം, ലളിതാ സഹസ്രനാമ ജപം തുടങ്ങിയവ ചെയ്യുന്നത് ജീവിത വിജയത്തിന് കൂടുതൽ സഹായിക്കുന്നതാണ്. കർമ്മമേഖലയിലുള്ള ദോഷങ്ങൾ മാറുന്നതിനു വേണ്ടി കഠിനമായ പരിശ്രമവും ഈശ്വര പ്രാർത്ഥനയും കൂടുതലായിട്ട് സഹായിക്കുന്നതാണ്. നക്ഷത്രാധിപനായ വിഷ്ണു, പുണർദ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ വിഷ്ണു ആകയാൽ വിഷ്ണു ഭജനത്തിലൂടെ ജീവിത വിജയം ഉണ്ടാകുന്നതാണ്. More about astrology, comment your star or zodiac sign to receive your horoscope.